കുടുംബങ്ങള് ഇനിയാണ് പ്രശ്നം വഷളാകാൻ പോണത്. പിന്നെ നീ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം പറവൂർ കോട്ടുവള്ളിയിൽ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയെ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും കുടുംബാംഗങ്ങളും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം കടം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തു. പ്രതികളായ ബിന്ദുവും ഭർത്താവ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാറും ഒളിവിലാണെന്നും ഇരുവരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പറവൂർ പോലീസ് അറിയിച്ചു. മരിച്ച ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലും വീട്ടിലും നടന്ന ഭീഷണിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. പൈസ കൊടുത്തതിൻ്റെ ഇല്ല, വാങ്ങിയതിൻ്റെ ഇല്ല. പക്ഷേ ചേച്ചി ഫണ്ട് പലിശ മുതലും അടക്കം മാക്സിമം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച പ്രകാരം. ആശ പറഞ്ഞത് അങ്ങനെ. അതെ അതെ അതെ. ഈ അക്കൗണ്ട് വഴിയാണോ കൊടുത്തത്? അത് നേരിട്ട് ക്യാഷ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നതാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിത് അറിയില്ലായിരുന്നു. നമ്മൾ 11-ാം തീയതിക്ക് ശേഷം നമ്മൾ അറിയുന്നത്. ആദ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അതിനുശേഷം 3 ദിവസം ഹോസ്പിറ്റലിൽ ഇവിടെ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. തിരിച്ചു വന്ന അന്ന് തന്നെ പിന്നെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി. അന്ന് ഈവനിങ് രാത്രി അകത്ത് കയറിയാണ് ഭീഷണിപ്പെടുത്തിയത്. അതിനുശേഷം പിന്നെയും നിരന്തരമായിട്ട് കോളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കറിയില്ല. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത്. അപ്പോൾ അതിനുശേഷം രണ്ടാമത് നമ്മൾ SP ഓഫീസിൽ പരാതിപ്പെട്ടത് മിനിനാൾ പരാതിപ്പെട്ടു. അതിനുശേഷം അവിടെ നിന്ന് CA ഓഫീസിലേക്ക് റീഡയറക്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വിട്ടു. ഇനി ഇവിടെ കയറി ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അവർ പുറത്ത് വെച്ച് വീണ്ടും ബഹളം ഉണ്ടാക്കി. അവർ CA ഓഫീസിൽ വന്നിട്ടും അവർ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ മുന്നിൽ വെച്ച് അതെ വീണ്ടും ഭീഷണിപ്പെടുത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പോലീസ് റിട്ടയർഡ് ഡ്രൈവറാണ്, അവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ചും അയാൾക്കൊരു കുഞ്ഞ് ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേസ് മുനമ്പം DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം, ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ പലിശയ്ക്ക് കടം കൊടുത്ത മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും കുടുംബത്തിൻ്റെയും ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ കേസ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ നിലവിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? തുടർച്ചയായി ഇവർ ഭീഷണിപ്പെടുത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും ഭീഷണി ഉണ്ടാകുന്നു, പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനു മുൻപും ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ്. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ നവമി? പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുക. ഈ ആരോപണ വിധേയരായിട്ടുള്ള 2 പേർ, ബിന്ദുവും ഒപ്പം ഭർത്താവ് പ്രദീപും, ഇവർ 2 പേരും ഇപ്പോഴും ഒളിവിലാണ്. വീട് ഇവരുടെ അടുത്ത്, ആശയുടെ വീടിനടുത്ത് തന്നെയാണ് ഇവരും താമസിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇരുവരും ഒളിവിൽ പോയിട്ടുണ്ട്. പക്ഷെ ഉടനെ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുള്ള പോലീസിന്റെ അന്വേഷണം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ചില സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുമുണ്ട്. കാരണം എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും കാശ് കൈമാറാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ കടം കൊടുത്തത് എങ്ങനെയാണ്? ആശ 30 ലക്ഷം രൂപ തിരികെ നൽകിയത്, അത് കുടുംബം പോലും അറിയാതെ എങ്ങനെയാണ് 30 ലക്ഷം രൂപ തിരികെ നൽകിയതെന്നൊക്കെ അറിയുന്നതിന് വേണ്ടി പോലീസ് വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുകയാണ്. വീട്ടമ്മയാണ് ഈ ചെറിയ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിയതിന് ശേഷം അടുത്തുള്ള ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന അങ്ങനെ ഒരു ചെറിയ ഒരു വീട്ടിൽ തന്നെ ഒരു ജോലിയായിട്ട് ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ് ആശ.
ആ രീതിയിൽ ആശയ്ക്ക് എങ്ങനെയാണ് എന്തിന്റെ ആവശ്യമായിരുന്നു ഈ 10 ലക്ഷം രൂപ കടം വാങ്ങേണ്ടത്? ഇപ്പോൾ 30 ലക്ഷം രൂപ തിരികെ നൽകിയെന്നാണ് കുടുംബം പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള തെളിവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും ഒരു സ്ഥിര വരുമാനമില്ലാത്ത ഒരു വീട്ടമ്മ എങ്ങനെയാണ് ഈ പൈസ തിരികെ നൽകുന്നതെന്നിലൊക്കെ പോലീസിന് സംശയം ഉയർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ബിന്ദു മാത്രമല്ല, മറ്റു പലരിൽ നിന്നും ആശ കടം വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാരിൽ പലരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ആശയുടെ മരണവിവരം പുറത്തറിയുന്നത്. രാവിലെയോടുകൂടി ആശയുടെ വീട്ടിൽ ചില ആളുകൾ വരികയും ആശ കടം നൽകിയതായെന്ന് പറയപ്പെടുന്ന ഇവർ വന്ന് വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ പണം നൽകി 10 ലക്ഷം രൂപ നൽകിയത് അക്കൗണ്ട് വഴിയല്ല, പകരം കയ്യിൽ കൂടിയാണ് പണം നൽകിയത്. തിരിച്ചും ആശ ബിന്ദുവിന് പണം മടക്കി നൽകിയതും കൈ വഴിയാണ്, ഈ അക്കൗണ്ട് വഴിയല്ല. അതിൽ പോലീസ് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും ഒരു കള്ളത്തരമുണ്ടോ എന്നൊരു സംശയം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. ഒപ്പം ഈ ഭർത്താവ് പറയുന്നുണ്ട് താൻ അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സംഭവം നടന്നതെന്ന്. ഇതിനു മുൻപ് ഒരാഴ്ച മുൻപ് ആശ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കടമുണ്ടെന്നും പലിശയ്ക്ക് പണം വാങ്ങി എന്നുള്ള വിവരം കുടുംബക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് നവമി ഇതിൽ പല ദുരൂഹതകളും ഉയരുന്നത്. കാരണം ഈ ആശയും അയൽവാസിയായ ഈ പ്രദീപും ബിന്ദുവുമായി വലിയ രീതിയിലുള്ള ഒരു പണമിടപാട് നടന്നതിന് തെളിവുകളില്ല. ഈ ഇരുവരുടെയും പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ നവമി സൂചിപ്പിച്ചതുപോലെ ഭർത്താവിന് ഇതേക്കുറിച്ച് അറിവില്ല. ഈ ആശ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഭർത്താവിന്, കുടുംബത്തിന് അറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രീതിയിൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു, അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അന്നൊക്കെ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളൊക്കെ കുടുംബം മനസ്സിലാക്കിയില്ലേ? അവരോട് എന്തിനു വേണ്ടിയാണ് ഈ പണം വാങ്ങിയത്, എവിടെയൊക്കെയാണ് ചെലവഴിച്ചത്, ഇക്കാര്യത്തെക്കുറിച്ച് ആശ പങ്കുവച്ചിരുന്നോ? കാര്യങ്ങൾ ഈ കുടുംബത്തോട്, ഭർത്താവിനോട് പറഞ്ഞിരുന്നോ? എന്താണ് അവർ പോലീസിനോട് നൽകുന്ന വിവരങ്ങൾ? ഭർത്താവിന് ഇപ്പോഴും അറിയില്ല എന്തിനാണ് ഇത്രയും വലിയ തുക ആശ ഇവരിൽ നിന്നും കടം വാങ്ങിയതെന്ന്. അതുമായി ബന്ധപ്പെട്ട സംസാരം നടന്നു എന്നതിൽ നമുക്ക് അറിയില്ല. കാരണം കുടുംബം ആ വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഭർത്താവുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കടം വാങ്ങിയെന്ന്, ഈ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ അറിയുന്നത്. പിന്നീട് ബിന്ദുവിന്റെ കുടുംബവുമായി സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ, ഇത്രയും വലിയ തുകയാണ് കടം വാങ്ങിയതെന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തറിയുകയും ചെയ്തു എന്ന് മാത്രമാണ് ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞത്. ആശയുടെ ഭർത്താവ് പറഞ്ഞത് എന്തിനാണ് ആശ ഇത്രയും വലിയ തുക കടം വാങ്ങിയതെന്ന് ഇപ്പോഴും ഭർത്താവിന് അറിയില്ല. ബന്ധുക്കൾ പറയുന്നത് ചിലപ്പോൾ വീടിന്റെ ഒരു അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി കുറച്ച് പൈസ ആശ നൽകിയിരുന്നു. അത് ചിലപ്പോൾ ഈ പലിശയ്ക്ക് വാങ്ങിയതിൽ നിന്നൊക്കെ ആയിരിക്കുമെന്ന നിഗമനം മാത്രമാണ് കുടുംബത്തിനുമുള്ളത്. അവർക്കും വ്യക്തമായിട്ട് ഇതിലൊരു വിവരമില്ല. മറ്റു പലരിൽ നിന്നും പണം വാങ്ങി എന്നൊക്കെ പറയുന്നു. എന്തായിരുന്നു ആശയ്ക്ക് ഇത്രയും വലിയ പണത്തിന്റെ ആവശ്യം എന്നതിൽ കുടുംബത്തിന് ഒരു മറുപടി നൽകാനില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ലാത്തൊരു കുടുംബം തന്നെയാണ്. പ്രവാസിയായിരുന്നു ഭർത്താവ്, പിന്നീട് നാട്ടിലേക്ക് വന്നു. അല്പം സാമ്പത്തികമായിട്ടുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കുടുംബത്തിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. ആ രീതിയിൽ പോകുന്ന ആശ എന്തിനാണ് ഈ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാട് നടത്തിയത് എന്നത് വലിയ പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട്. പോലീസ് ഇനിയിപ്പോൾ ഈ പ്രതികളെ പിടികൂടിയതിനു ശേഷം മാത്രമേ അതിലൊരു ഉത്തരം കൃത്യമായി നൽകാൻ കഴിയുകയുള്ളൂ. ഈ ബിന്ദുവും പ്രദീപുമായി അടുത്ത് നിൽക്കുന്നവർ പറയുന്നത് ഈ ഓൺലൈൻ ട്രേഡിംഗ് പോലുള്ള ഈ ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ സജീവമാണ് ആശ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിൽ നിന്ന് പണം കടം വാങ്ങിയതെന്നാണ്. പക്ഷെ അതിലൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. അത് പോലീസാണ് അതിലൊക്കെ സ്ഥിരീകരിക്കേണ്ടത്. അങ്ങനെ പല കാര്യങ്ങളും ആശ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് പോലീസ് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് അത് നൽകുവാനായി കഴിയുകയുള്ളൂ. ഇനി പ്രദീപിന്റെ പശ്ചാത്തലം കൂടി പരിശോധിച്ചാൽ പ്രദീപ് ഇരട്ടക്കൊലപാതകം, ഈ നവമി സൂചിപ്പിച്ചതുപോലെ ഈ 30 ലക്ഷം രൂപ എങ്ങനെയാണ് പ്രദീപ് കൈമാറിയത്? അതിന് തെളിവുകളില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുടുംബം സൂചിപ്പിക്കുന്നത് പോലെ, ആരോപിക്കുന്നത് പോലെ 30 ലക്ഷം രൂപ മാത്രമല്ല, മറ്റ് പലർക്കും ഇയാൾ പണം പലിശയ്ക്ക് കൊടുത്തിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന് ഇത്രയധികം ഈ നിയമവിരുദ്ധമായി ആണ് അദ്ദേഹം ഈ പണം
കടം കൊടുത്തിരുന്നത്, പലിശയ്ക്ക് കടം കൊടുത്തിരുന്നത്. മാത്രമല്ല ഇത്രയധികം ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സ് പരിശോധിക്കണം. മുൻപ് ആരോപണ വിധേയനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അന്ന് സസ്പെൻഷൻ നേരിട്ടതാണ്. ഈ വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ കൈക്കൂലി വാങ്ങിയതിന് പ്രദീപ് കുമാർ അന്ന് നടപടി നേരിട്ടതാണ്. 2018 പറവൂർ സിഐയുടെ ഡ്രൈവറായിരുന്ന പ്രദീപിനെ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ അന്ന് അറസ്റ്റും ചെയ്തതാണ്. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്തെന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സേനയിലുണ്ടായിരുന്ന, സർവീസിലുണ്ടായിരുന്ന സമയത്ത് കൈക്കൂലി വാങ്ങിയ ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം പരിശോധിക്കേണ്ടതല്ലേ? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പ്രദീപ്, ഈ പറയുന്ന വ്യക്തി അധികം ആളുകൾക്ക് പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾ കൂടി അല്ല എന്ന് നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നുണ്ട്. ചെറിയ രീതിയിൽ, അതും അടുത്ത് പരിചയമുള്ള അയൽവാസികൾക്ക് മാത്രമാണ് പൈസ കൊടുക്കുന്നത്, പലിശയ്ക്ക് കൊടുക്കുന്നത്. വലിയ ഈ വട്ടിപ്പലിശക്കാരൻ അല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാരൻ എന്നൊന്നും പറഞ്ഞ് നമുക്ക് പ്രദീപിനെ പറയാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആശയുടെ അയൽവാസിയാണ്. ആ രീതിയിലുള്ള സൗഹൃദം ഉള്ളത് കൊണ്ട് ആയിരിക്കും ഇത്രയും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇത്രയും തുക കൈമാറിയത്. പക്ഷെ ഇത് തിരിച്ച് നൽകിയില്ല, അതിൽ കൂടുതൽ നൽകിയെന്നാണ് ആശയുടെ കുടുംബം പറയുന്നത്. ഇതിലൊന്നും തെളിവില്ല. ഈ പ്രദീപിന്റെ ഭാര്യ ബിന്ദു ആശയ്ക്ക് പണം കൊടുത്തതായോ, ആശ 30 ലക്ഷം രൂപ ഈ പലിശ അടക്കം ഇരട്ടി തുക തിരികെ നൽകിയതായോ തെളിവുകളൊന്നും തന്നെയില്ല. ഈ മരിച്ച ആശ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അതിലൊക്കെ പോലീസിന് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഗൂഗിൾ അക്കൗണ്ടുകളൊക്കെ, ഈ ഗൂഗിൾ പേയിലും അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റിലൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ തുകകൾ ട്രാൻസാക്ഷൻ നടത്തിയതായിട്ടും കണ്ടെത്തിയിട്ടില്ല. ആ രീതിയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഇനി പ്രദീപിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ 2018 ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, ഒരു കേസായിരുന്നു ഈ ശ്രീജിത്തിനെ, വരാപ്പുഴ സ്വദേശി ശ്രീജിത്തിന്റെ കസ്റ്റഡിയിൽ വെച്ചുള്ള ഉരുട്ടി കൊലപ്പെടുത്തി എന്ന കേസ്. ആ ദിവസം ഇത് അറിഞ്ഞുകൊണ്ട് ശ്രീജിത്തിന്റെ ഭാര്യയും അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആ സമയത്ത് ശ്രീജിത്ത് വളരെ അവശനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി ഡ്രൈവറായിരുന്നു, പോലീസ് ഡ്രൈവറായിരുന്നു. അയാൾ പണം ആവശ്യപ്പെട്ടു, ഈ കുടുംബത്തോട്, ശ്രീജിത്തിന്റെ ഭാര്യയോട് പണം ആവശ്യപ്പെട്ടു. 25,000 രൂപ നൽകിയാൽ മാത്രമേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറയുന്നു. തുടർന്ന് ഇവർ ഒരു 10,000 രൂപ സംഘടിപ്പിച്ച് പ്രദീപിന് കൊടുക്കുകയും പിന്നീട് അത് കുടുംബം പരാതിയുമായി രംഗത്തെത്തുകയും വലിയ വിവാദമായി. ഈ പ്രദീപിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇത് കൈക്കൂലി വാങ്ങിയെന്ന് ബോധ്യപ്പെടുകയും ഇയാളുടെ ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റ് ഇൻക്രിമെന്റോ ഒരു കാര്യങ്ങളും തന്നെ പ്രദീപിന് ഉണ്ടായിട്ടില്ല. അങ്ങനെ സസ്പെൻഷൻ നേരിട്ട് പിന്നീട് റിട്ടയർ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ പ്രദീപ്. അങ്ങനെ ഒരു ആളിൽ നിന്നും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇത്രയും വലിയ തുകകൾ കിട്ടുന്നത്, എങ്ങനെയാണ് ഇയാൾ കടം കൊടുക്കുന്നത്, അതിലും ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ചില സംശയങ്ങൾ പോലീസിന് നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഇനി പ്രതികളെ പിടികൂടിയാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഇതിന്റെ അടുത്ത് തന്നെയാണ് വീട്. വലിയ 2 നില ആഡംബരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഇത്രയും വലിയ പണം കൊടുക്കുക, ലക്ഷങ്ങളുടെ ഇടപാട് നടത്തുവാൻ എങ്ങനെയാണ് പ്രദീപിനും ബിന്ദുവിനും സാമ്പത്തിക സ്രോതസ് എങ്ങനെയാണെന്നതിലൊക്കെ പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ പെൻഷൻ കിട്ടാതെ ഒരു ആരോപണ വിധേയനായി ഇപ്പോഴും ശ്രീജിത്തിന്റെ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിന്റെ വിചാരണ പോലും പൂർത്തിയായിട്ടില്ല. ആ അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ കഴിയുന്നതും പലിശയ്ക്ക് പണം കൊടുക്കാൻ കഴിയുന്നതും എന്നതൊക്കെ ചോദ്യമായി ബാക്കി നിൽക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് ഈ ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറവൂരിലും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ പലയിടങ്ങളിലുമൊക്കെ പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. അതിലൊന്നും ഉൾപ്പെടാത്ത ഒരു വ്യക്തി കൂടിയാണ് പ്രദീപും ബിന്ദു എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയതാണ്. നവമി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സാമ്പത്തിക ഇടപാടിലും മരണത്തിലും അടക്കം പല ദുരൂഹതകളുമുണ്ട്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കണം. എന്തിനു വേണ്ടിയാണ് ഇത്രയധികം തുക ഈ ആശ വായ്പ എടുത്തത്, ആ പണം എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം ആവശ്യമാണ്.